ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. പുന്നമ്പറമ്പ് ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ വ്യവസായ വകുപ്പും സംയുക്തമായി നടത്തുന്ന മച്ചാട് കാർണിവൽ സീസൺ 3യുടെ നോട്ടീസ് പ്രകാശനം ചെയ്തു. മച്ചാട് മാമാങ്കം പറയെടുപ്പ് പാരമ്പര്യ അവകാശി അരീക്കര ഇല്ലം AP കൃഷ്ണകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. വീരത്തോടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് സജീന്ദ്രന് ഈ പ്രസിഡന്റ് ഇവരൊക്കെ ശരീരഭാഷ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് യാതൊരു ആശങ്കയുമില്ല എന്ന് തന്നെയാണ് അവരുടെ ശരീരഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പണ്ട് മച്ചാട് കുതിരവേല ആയിരുന്ന കാലത്ത് അതിന്റെ പ്രശസ്തി മച്ചാട് മാത്രമേ ഒതുങ്ങി നിന്നുണ്ടായിരുന്നുള്ളൂ. മച്ചാട് മാമാങ്കായി കഴിഞ്ഞപ്പോൾ ജില്ലയ്ക്ക് പുറത്ത് ഈ മധ്യ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഉത്സവമായി മച്ചാട് മാമാങ്കം മാറി. ഇപ്പോ അതിന്റെ പ്രശസ്തി കടൽ കടന്ന് ദുബായ് വരെ എത്തിയിരിക്കുകയാണ്. ഈ മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ കാർണിവലും അതുപോലെ പ്രശസ്തിയിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, ഭരണസമിതി അംഗങ്ങളായ K രാമചന്ദ്രൻ, C സുരേഷ്, ഐശ്വര്യ ഉണ്ണി, ശാന്ത ഉണ്ണികൃഷ്ണൻ, PT മണികണ്ഠൻ, വിവിധ പൂരം ദേശക്കാരായ PK രാമചന്ദ്രൻ, TS ജയൻ, SIFL ഡയറക്ടർ മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 13 മുതൽ 20 വരെ നടത്തുന്ന കാർണിവൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിക്കും. വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ, അമ്യൂസ്മെന്റ് പാർക്ക്, ഭക്ഷ്യമേള, കാർഷിക ഉപകരണ പ്രദർശനം, ചിത്രരചന, കലാമത്സരങ്ങൾ തുടങ്ങിയവ കാർണിവൽ വേദിയിൽ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി.